എല്ലാവർക്കും തുടർഭാഗത്തേക്ക് സ്വാഗതം. 1990 അവസാനത്തോടെ ലക്ഷക്കണക്കിന് സൈനികർ സൗദി അറേബ്യയിലെത്തി. നൂറുകണക്കിന് യുദ്ധവിമാനങ്ങൾ, ആയിരക്കണക്കിന് ടാങ്കുകൾ. ലോകം അന്നുവരെ കണ്ട ഏറ്റവും വലിയ സൈനിക സന്നാഹങ്ങളിൽ ഒന്നായിരുന്നു അത്. ഈ ദൗത്യത്തിന് നൽകിയ പേര് ഓപ്പറേഷൻ ഡെസർട്ട് ഷീൽഡ്. എന്നാൽ എല്ലാവർക്കും അറിയാമായിരുന്നു, ഇത് ഉപരോധം മാത്രമല്ല, ഒരു വലിയ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പാണ്. 1991 ജനുവരി 17 രാത്രി അപ്രതീക്ഷിതമായി ബാഗ്ദാദിന്റെ ആകാശത്ത് സ്ഫോടനങ്ങൾ മുഴങ്ങി. ഓപ്പറേഷൻ ഡെസർട്ട് സ്റ്റോം ആരംഭിച്ചിരിക്കുന്നു. അമേരിക്കയുടെ അത്യാധുനിക സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ ഇറാഖിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു. ടോമോഹോക്ക് മിസൈലുകൾ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പാഞ്ഞെത്തി. റഡാർ കേന്ദ്രങ്ങൾ, സൈനിക ആസ്ഥാനങ്ങൾ, വിമാനത്താവളങ്ങൾ എല്ലാം ഒന്നൊന്നായി തകർന്നു വീണു. ലോകം ആദ്യമായി ടെലിവിഷനിലൂടെ ഒരു ഹൈടെക് യുദ്ധം തത്സമയം കണ്ടു. ബാഗ്ദാദിലെ രാത്രികൾ തീഗോളങ്ങളാൽ പ്രകാശിച്ചു. 40 ദിവസത്തിലേറെ ഈ വ്യോമാക്രമണം തുടർന്നു. ഇറാഖിന്റെ സൈനിക ശക്തി പതുക്കെ തകർന്നുകൊണ്ടിരുന്നു. 1991 ഫെബ്രുവരി 24 കരയുദ്ധം ആരംഭിച്ചു. സഖ്യസേന കുവൈത്തിലേക്കും ഇറാഖിലേക്കും ഒരേ സമയം മുന്നേറി. ഇറാഖി സൈന്യം വലിയ പ്രതിരോധം ഒരുക്കിയിരുന്നെങ്കിലും അവർ ഇതിനോടകം തന്നെ ക്ഷീണിച്ചിരുന്നു. ആകാശം സഖ്യസേനയുടെ നിയന്ത്രണത്തിലായിരുന്നു. സമ്പർക്ക സംവിധാനങ്ങൾ തകർന്നിരുന്നു. അവസാനം പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ കാര്യങ്ങൾ മാറി. വെറും 100 മണിക്കൂറിനുള്ളിൽ ഇറാഖിന്റെ പ്രതിരോധം തകർന്നു. ആയിരക്കണക്കിന് സൈനികർ കീഴടങ്ങി. 1991 ഫെബ്രുവരി 26 കുവൈത്ത് മോചിതമായി. ലോകം ആഘോഷിച്ചു. പക്ഷേ യഥാർത്ഥ ദുരന്തം ഇനിയും ബാക്കിയായിരുന്നു. പിന്മാറുന്ന ഇറാഖി സൈന്യം ഒരു ഭീകര തീരുമാനമെടുത്തു. കുവൈത്തിലെ നൂറുകണക്കിന് എണ്ണക്കിണറുകൾക്ക് അവർ തീവെച്ചു. ഒന്നല്ല, രണ്ടല്ല, 700-ലധികം എണ്ണക്കിണറുകൾ. പെട്ടെന്ന് മരുഭൂമി ഒരു അഗ്നിപർവ്വത പ്രദേശമായി മാറി. കറുത്ത പുക ആയിരക്കണക്കിനടി ഉയരത്തിൽ ആകാശത്തേക്ക് ഉയർന്നു. പകൽ പോലും രാത്രി പോലെ ഇരുണ്ടു. സൂര്യപ്രകാശം പല സ്ഥലങ്ങളിലും ഭൂമിയിലെത്തിയില്ല. മാസങ്ങളോളം തീ കത്തിക്കൊണ്ടിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത പരിസ്ഥിതി ദുരന്തങ്ങളിലൊന്നായി ഇത് മാറി. കുവൈത്ത് സ്വതന്ത്രമായി. എന്നാൽ വലിയ വില കൊടുക്കേണ്ടി വന്നു. നശിച്ച നഗരങ്ങൾ, കത്തിയ എണ്ണക്കിണറുകൾ, മലിനമായ പരിസ്ഥിതി. മറുവശത്ത് ഇറാഖ് സാമ്പത്തികമായി തകർന്നു. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ രാജ്യം കൂടുതൽ പ്രതിസന്ധിയിലാക്കി. ഈ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ പിന്നീട് 2003 ഇറാഖ് യുദ്ധത്തിലേക്കും വഴി തുറന്നു. അതിനാൽ കുവൈത്ത് യുദ്ധം വെറും 7 മാസത്തെ യുദ്ധമായിരുന്നില്ല. മധ്യപൂർവേഷ്യയുടെ ഭാവി മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു അത്. ഒരു ചെറിയ രാജ്യത്തിന്റെ അധിനിവേശത്തോടെ ആരംഭിച്ച ഈ യുദ്ധം ലോക രാഷ്ട്രീയത്തെയും സമ്പദ് വ്യവസ്ഥയെയും പരിസ്ഥിതിയെയും ഒരുപോലെ ബാധിച്ചു. ഇന്നും കുവൈത്തിന്റെ മരുഭൂമിയിലൂടെ കാറ്റ് വീശുമ്പോൾ ആ കാറ്റിൽ 1990-91 കാലഘട്ടത്തിലെ യുദ്ധത്തിന്റെ ഓർമ്മകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. മരുഭൂമിയെ തീയിൽ മുക്കിയ ആ യുദ്ധം ചരിത്രം ഒരിക്കലും മറക്കാത്ത കുവൈത്ത് യുദ്ധം. ചരിത്രത്തിലെ മറക്കാനാവാത്ത സംഭവങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു വെരി മച്ച്.